പ്രമേഹം ഒരു വിഷയമല്ല, തൈര് കഴിക്കുന്നവർക്ക്. പ്രമേഹം ഇന്ന് മലയാളികളുടെ ജീവിത പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രമേഹ തലസ്ഥാനം തന്നെ ഇപ്പോൾ കേരളമാണെന്ന നിലയിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. എന്നാലും പ്രമേഹ രോഗികളുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൂടി വരികയാണ്. ലോകത്തെമ്പാടുമുള്ള പ്രമേഹ രോഗികളുടെ എണ്ണത്തിലും ഭീമമായ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിനായി വൈദ്യശാസ്ത്രം പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇൻസുലിനാണ്. ആധുനിക ജീവിത സാഹചര്യങ്ങളാണ് മനുഷ്യരിൽ പ്രമേഹം വരുത്തിവെക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ആധുനിക ജീവിതശൈലികളും ഫാസ്റ്റ് ഫുഡിന്റെ അമിത ഉപയോഗവും പ്രമേഹത്തിന്റെ വാതായനങ്ങളാണ്. അതിനാൽ വൈറ്റ് കോളർ ജോലിക്കാരുടെ ഇടയിൽ പ്രമേഹം വ്യാപകമായി കണ്ടുവരുന്നു. പ്രമേഹം വരുന്നതിനേക്കാൾ അത് വരാതെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ ചികിത്സ. ലോകത്താകമാനം കണ്ടുവരുന്ന പ്രമേഹ രോഗികളിൽ അധികം പേരും ടൈപ്പ് 2 പ്രമേഹത്തിന്റെ ഗണത്തിൽ വരുന്നവരാണ്. ടൈപ്പ് 2 എന്നത് പാൻക്രിയാസിന് ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. എന്നാൽ പാൻക്രിയാസിനെ പ്രമേഹത്തിലേക്ക് തള്ളിവിടുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ തൈരിന് സാധിക്കുമെന്നാണ് ഇപ്പോൾ പുതുതായി വരുന്ന ഗവേഷണ ഫലങ്ങൾ. തൈരിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകളുണ്ട്. ഇതാണ് പാൻക്രിയാസിനെ സംരക്ഷിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഘടകം. ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന വിഷാംശങ്ങൾ ശരീരകലകളെ ബാധിക്കാതെ തടയാൻ ആന്റി ഓക്സിഡന്റുകൾക്ക് സാധിക്കും. വളരെ നീണ്ടകാലത്തെ ഗവേഷണങ്ങൾക്കൊടുവിലാണ് ഗവേഷകർ ഈ നിഗമനത്തിൽ എത്തിയത്. ഡോക്ടർമാർ, നഴ്സുമാർ, ഫാർമസിസ്റ്റ് തുടങ്ങി പലരിലും പരീക്ഷണം നടത്തി. കൂട്ടത്തിൽ ക്ഷീരോൽപ്പന്നങ്ങൾ കഴിക്കുന്നതുകൊണ്ട് ടൈപ്പ് 2 പ്രമേഹം വരാൻ സാധ്യത തീരെ കുറവാണെന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, തൈര് ദിവസവും ഉപയോഗിക്കുന്നവരിൽ ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള സാധ്യത മറ്റുള്ളവരേക്കാൾ വളരെ കുറവാണെന്നും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ദിവസവും 28 ഗ്രാം തൈരെങ്കിലും കഴിക്കണമെന്ന് ഗവേഷകർ നിർദ്ദേശിക്കുന്നു.